ചെറിയൊരു ദ്വീപ് ചേർന്ന് സാർ എൻ്റെ മറ്റൊരു സാർ നടത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ഗോപിനാഥൻ. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ മണ്ണഞ്ചേരിയിലാണ്. സാധാ ഒരു പാവപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. വളരെ കഷ്ടപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഉൾപ്പുൾ കിടക്കും. പക്ഷേ അച്ഛൻ ആയുർവേദ പാരമ്പര്യമായിട്ടുള്ള ആയുർവേദ ഡോക്ടറായിരുന്നു. അമ്മ കഴിച്ചാണ്. എനിക്ക് 4 സഹോദരന്മാരുണ്ട്, 3 സഹോദരന്മാർ. അത് ഞാനാണ് ഏറ്റവും വരെ. എൻ്റെ മൂത്ത ആള് ബോട്ട് മാഷായിരുന്നു. അദ്ദേഹം കുറച്ചാൾ വർക്ക് ചെയ്തു. പിന്നെ താൽക്കാലിക വിദ്യാലയം ചെയ്തു. രണ്ടാമത്തെ ആള് സൂപ്രണ്ട് ഓഫ് പോലീസായിരുന്നു. ഇതൊക്കെ മരിച്ചുപോയി. അതിലെ എൻ്റെ നേരെ മൂത്ത ആള് അദ്ദേഹം ബാങ്ക്, കാനറ ബാങ്ക് മാനേജർ. അപ്പോൾ ഞങ്ങൾ 4 പേരിൽ ഞാൻ മാത്രമേ ഉള്ളു ചെയ്തു. ആയിക്കോട്ടിലേക്ക് സ്മാളൊക്കെ കഴിഞ്ഞു. സ്മാളൊക്കെ അടിച്ചു ആഘോഷിക്കുന്നവരെ. പക്ഷെ ഞാൻ സ്മാള അടിക്കും. എനിക്ക് ആ സ്വഭാവം. ഞാൻ മാത്രമേ അടിക്കാറുള്ളൂ. ഇവരെല്ലാം അടിക്കുന്നത് എന്നെ വിളിക്കും. ഞാൻ അടിക്കാറുണ്ട്. അപ്പോൾ പഠിക്കുന്ന കാലത്ത് MBBS പഠിക്കുന്ന കാലത്ത് ലേശമൊക്കെ വസ്തുവിലൊക്കെ കഴിക്കുമായിരുന്നു. ഇല്ലാതെ ഇല്ല അല്ല ആ ഫസ്റ്റ് 1ാം ബസ് പിന്നെ ഇതാണ് എൻ്റെ പേര്. ഞാൻ ഡിഗ്രി BSc കഴിഞ്ഞ് MBBS കഴിഞ്ഞു. ശ്രീകാന്ത് ഗൈനക്കോളജി ചെയ്തു. 1 വർഷം പ്രൊഫഷണൽ ട്യൂട്ടറായിട്ട് അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അനാറ്റമിയിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന അനാറ്റമിയിൽ അധ്യാപകനായി 4 കൊല്ലം ജോലി ചെയ്തു. ഇപ്പോൾ ഒരുപാട് ശിക്ഷണങ്ങളുണ്ട്. എവിടെ ചെന്ന് ആരെങ്കിലും കാണും. അധ്യാപകനുള്ള അതിൽ അധ്യാപകന്മാരുണ്ടല്ലോ, ഉണ്ടല്ലോ. അപ്പോൾ അധ്യാപകന്മാർക്ക് അങ്ങോട്ട് ഗുണമുണ്ട്. എവിടെ ചെന്നാലും ആരെങ്കിലും കാണും. ഇപ്പോൾ ഇത്ര ആരും അറിയില്ല, ചിലപ്പോൾ അറിയാതെ മുഖത്തിൽ ചാടി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കളഞ്ഞിട്ട് ഞാൻ നേരെ എനിക്ക് സൈക്കാട്രിസ്റ്റ് ഞാൻ പോയില്ല. ഒരിടത്തിലേ പോകാനേ പറ്റൂ. അവിടെ നിന്ന് ഞാൻ പബ്ലിക് ഹെൽത്തേക്ക് താല്പര്യമായിരുന്നു. പബ്ലിക് ഹെൽത്തിൽ വന്ന് ഞാൻ അതിൽ ജോയിൻ ചെയ്തു. പുതിയ ലോക്കൽ ബോഡിയിലായിരുന്നു ഞാൻ പ്രധാനമായിട്ടും ജോലി ചെയ്തു. ആലപ്പുഴ വർക്ക് ചെയ്തു, കോട്ടയത്ത് വർക്ക് ചെയ്തു, കൊല്ലത്ത് വർക്ക് ചെയ്തു, കൊച്ചിയിൽ വർക്ക് ചെയ്തു. കൊച്ചിയിൽ ഞാൻ റിട്ടയർ ചെയ്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഗ്രേഡിലാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ ഒരു 1500 രൂപ ശമ്പളം. ഒരു ഡോക്ടറായ എനിക്ക് കിട്ടുന്ന 1500 രൂപ. അത് ഡോക്ടർമാർക്ക് 300-400 രൂപയൊക്കെ ഉള്ളു. ഈ 1500 രൂപ കിട്ടിയപ്പോൾ നമുക്ക് സന്തോഷമായി. അന്ന് ഭാര്യ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഭാര്യ നഴ്സാണ്, സൂപ്പർ നഴ്സാണ്, റിട്ടയർ ചെയ്യും നോക്കാടറിൽ. അപ്പോൾ പുള്ളിയെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ആ പുള്ളിക്കാർക്ക് സന്തോഷം. 15 നോട്ട് ഇങ്ങനെ പടപടാന്നിരിക്കില്ല. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ 79,000 രൂപയ്ക്കാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന കസേരയിൽ 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കും. ഇതാണ് ജോലിയുടെ ഹൈറാർക്കി എന്ന് ഞാൻ പറയാം. എന്നിട്ട് ആ മണി വാല്യൂ വ്യത്യാസമാണ്. നമ്മളത് അങ്ങനെ ആണല്ലോ. ഇതാണ് എൻ്റെ ഭാര്യ ലളിത വാസു. അച്ഛൻ്റെ പേരാണ് വാസു എന്നുള്ളതാണ്. പുള്ളിക്കാരി ഓവനപ്പുഴയിലാണ് പുള്ളി ജനിച്ചത്. കാട്ടു സ്കൂളിൽ പഠിച്ചു, ST കോളേജിൽ പഠിച്ചു. ST കോളേജ് വെച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ ഒരു ബന്ധം ആരംഭിക്കുന്നത്. ഞാനും ഭാര്യയും തമ്മിൽ ST കോളേജ് വെച്ചൊരു കണക്ഷനുണ്ട്. ST കോളേജിൽ പുള്ളിക്കാരി BSc ക്ലാസ്മേറ്റായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ അഫയറൊക്കെ ഉണ്ടായിരുന്നു. എന്തോ സൈക്കോളജിക്കലാണോ? അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുള്ളിക്കാരി നഴ്സിംഗ് വന്നു. ഞാൻ ഡോക്ടർ പ്രൊഫഷന് പോയി. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കുമ്പോൾ നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ അറിയാം. ഞാൻ 4ാം വർഷമായപ്പോൾ കല്യാണം കഴിച്ചു. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ മൂത്ത മോൾക്ക് 43 പ്രായമായി. അവളെ കല്യാണം കഴിച്ചു. അവൾ MBBS കഴിഞ്ഞു, MD അനാറ്റമി കഴിഞ്ഞു, MD അനാറ്റമി കഴിഞ്ഞു. അവളിപ്പോൾ ഖത്തറിൽ അവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഹസ്ബൻഡ് മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി. പുള്ളി പാലക്കാടാണ്. വിവാഹ ജീവിതത്തിൽ പണക്കത്തിൻ്റെ അനിവാര്യത ഉണ്ടോ? തീർച്ചയായും. ഒരു നമ്മൾ കൂടുതൽ പണക്കം തോറും കൂടുതൽ സ്നേഹിക്കും. അതാണ്, പണക്കം ഉണ്ടാവും. എപ്പോഴും നമ്മൾ എപ്പോഴും സ്നേഹിച്ചോണ്ടിരിക്കാൻ പറ്റും. കൊടുക്കും തോറും. പിന്നെ നമ്മൾ ചെറുപ്പക്കാരാകുമ്പോഴത്തേക്ക് നമുക്ക് പണങ്ങാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടായിരിക്കും. വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് വയസ്സൊക്കെ ആകുമ്പോൾ പഴയപോലെ അത്രയും. പക്ഷേ അവരൊന്നും നമ്മളെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് അവർക്കുണ്ടാകും. അത് ലിറ്ററലി സൈക്കോളജിക്കലാണ്. ഒരിക്കലും ഇല്ല. വയസ്സാകും തോറാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്സ്. നല്ല വേറെ ഇൻറ്റൻഷനൊന്നുമില്ല. ചെറുപ്പകാലമാകുമ്പോൾ അങ്ങനെയല്ല.
ഇതാകുമ്പോൾ നമുക്ക് ആ ഇൻറ്റൻഷൻ നമുക്ക് എനിക്ക് നീ നിനക്ക് ഞാൻ ദൈവത്തിൻ്റെ പുരം ആ ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകണം അല്ലേ? മക്കളെയൊക്കെ വലുതാക്കി പഠിച്ച് വലുതാക്കി അവരൊക്കെ വലുതായി അവരുടേതായ രീതിയിൽ പോകും. പിന്നെ മക്കൾക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല. അവർക്ക് കുടുംബമായി അവരവരുടെ 5 സാറ് നോക്കി എന്നെ നോക്കി അദ്ദേഹത്തിൻ്റെ 2 മക്കൾ 2 ആൺപിള്ളേർ. ആൾക്കാർ പറയാറുണ്ടോ ആണാണ് എന്താണ് കുഴപ്പം, പെണ്ണാണ് 2 ആണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ആണ്ട് തന്നെ അദ്ദേഹം അമേരിക്കയിൽ പോകണം എത്ര മണിക്കൂർ 15-16 മണിക്കൂർ ഫ്ലൈറ്റ് ഇരിക്കുന്നു. 10 മണിക്കൂർ അത് അന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ജീവിക്കും. എനിക്ക് 2 പെൺപിള്ളേരാണ്. അവർക്ക് നല്ല രീതിയിൽ നല്ല കല്യാണം കഴിച്ച് കൊടുത്ത് അവർ സന്തോഷമായി ജീവിക്കുന്നു. ഞങ്ങളിപ്പോൾ പോകാറുണ്ട്. 2 പ്രാവശ്യം കപ്പലിൽ പോയി ചെന്നൈ പോയി. ഇപ്പോൾ ചെന്നൈ മോൾ വിളിച്ചിരിക്കുക ബുക്ക് ചെയ്തിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നിൽക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചുള്ളൂ നമ്മൾ സെറ്റിൽമെൻറ്റ് ഇതാണ്. മക്കളെ കാണണം, മക്കളെ ഇഷ്ടമാണ്, മക്കളെ വിളിക്കണം. ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. ഇല്ലേ വീഡിയോ സംവിധാനങ്ങളും എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. എനിക്കിപ്പോഴും അറിയാം ഈ എസ് വിഹാർ എന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ അല്ല, ഞാൻ നേരത്തെ LICയുടെ മെഡിക്കൽ ഓഫീസറായിരുന്നു. ഇപ്പോൾ അത് തീർന്നു, അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുമെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ സാറൊക്കെ വീട്ടിൽ വന്നത്. LIC വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞ ഇഷ്ടമാണ് ഏജന്റുമാരും ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഏജ് ലിമിറ്റ് കഴിഞ്ഞുകൊണ്ട് അപ്പോൾ അത് തന്നെ ഓടി കിടക്കുക. ഇന്ന് 4 പേര് വിളിച്ചു വേറെ വരട്ടെ. ഞാൻ പറഞ്ഞാൽ അതല്ല, ഏജ് കൂട്ടണം, അവർ പറഞ്ഞാലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ തലവടിയിൽ ഒരു ക്ലിനിക്ക് വൈകുന്നേരം പോകും. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാവരും വന്ന് കാണും. തലവടിയിൽ അമ്പലത്തിന് നേരെ വെച്ച് ഡോക്ടർ N ഗോപി നേടി വെച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ ബോർഡ് ഉണ്ടാവും. മേളിൽ എൻ്റെ പേര് അല്ലല്ല ഞാനല്ല അങ്ങനെ ഒന്നുണ്ടല്ല. ജസ്റ്റ് ഒരു ടൈം പാസ്. നമ്മൾ പഠിച്ചൊരു വിഷയം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വൈഫിനെ സംബന്ധിച്ചുള്ള വൈഫിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഭോപ്പാലത്തിൻ്റെ കണ്ണൻ്റെ ഫാദറാണ്. എവിടെ വർക്ക് ചെയ്തത്? ഏത് പോസ്റ്റ് കിട്ടും? SI ആയിട്ട് നോർത്ത് കിട്ടാതെ കണ്ണനിപ്പോൾ ഇവിടെ പുള്ളി PG ചെയ്താ എവിടെ? ജനറൽ ഹോസ്പിറ്റൽ PH സേവനായ അല്ല ഗവൺമെൻറ് കയറണം. എന്തായാലും ഗവൺമെൻറ് ജോബ് അത് വേറെ കാര്യം. ജോബ് ആൺകുട്ടികളാണ്. അവർക്ക് ഇപ്പം 45 വയസ്സ് കഴിഞ്ഞിരിക്കുക. അവർക്ക് വിവാഹം വേണ്ട. സാരെവിടെ താമസിക്കുന്നത്? ജംഗ്ഷൻ്റെ വടക്കോട്ട് വരണം. സദാനന്ദ ചേട്ടൻ്റെ മില്ലിൻ്റെയൊക്കെ അങ്ങോട്ട് പോകണം, റൈറ്റിലേക്ക് പോകണം. അതുകൊണ്ട് ആ ഒരു വലിയ തുക എനിക്കുണ്ട്. 2 ആൺപിള്ളേരാണ്. 2 ആൺപിള്ളേരാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. സാറിന് എൻ്റെ അനുഭവങ്ങൾ സാറിന് ഏകദേശം 2 വർഷമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. സാറിനെ പരിചയപ്പെട്ട ഏകദേശം 2 വർഷമായി. അപ്പോൾ സാറിന് ഞാൻ പണ്ട് ഒരു ഡോക്ടർ എന്ന രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ ക്ലിനിക്ക് വന്നു. ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ എന്തോ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് 1 വർഷം പോയി. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പോയി. അങ്ങനെ 2ാമത്തെ വർഷപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു എന്നാണ് നമുക്ക് എൻ്റെ മനസ്സിലാക്കിയത്. ബാത്റൂമിലൊക്കെ ഒന്ന് സുഖമായിട്ട് വീഴുകയും ചെയ്ത് പിന്നെ സാറിൻ്റെ പരിഗണനത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു വലിയ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ അത് പറയാൻ ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്ര കൊണ്ടൊരു വലിയൊരു കാര്യമാണ്. ഇപ്പം അമ്മ സുഖമായിട്ട് സാറ് 1-2 മരുന്നൊക്കെ അത് കറക്റ്റായിട്ട് കയറ്റി ഒരാഴ്ചക്കുള്ളിൽ പുള്ളി എഴുന്നേറ്റിരുന്നു. അതുമല്ലേ സാറേ? 2 കൊല്ലം കഴിയുന്നു അല്ലേ? 3 കൊല്ലത്തിന് മേലായിട്ട് നമ്മൾ പാളിച്ചുകളെല്ലാം കാണും. അതെല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യം കൊണ്ടുപോകുന്ന നല്ലൊരു പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും ആദ്യം എനിക്കിത് മനസ്സിലായില്ല. സാറ് അത് പറയണം ഇത് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അപ്പോൾ എന്നെ വിളിച്ചതിനും ചില കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറായതിനും എനിക്ക് അഗാധമായ നന്ദി ഈ കമ്മിറ്റി മുമ്പാകെ ഞാൻ പറയുകയാണ്. വളരെ നന്ദി. വളരെ വളരെ നന്ദി സാറിന് പറഞ്ഞു. ഞാനിത്
വീട്ടിലുള്ള ഇവരെ സംബന്ധിച്ച് ക്വസ്റ്റ്യനും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാ മെമ്പർമാരോടും ഈ അവസരത്തിൽ